ഹലോ, വെൽക്കം ടു ജിനീസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഓവൻ ഒന്നും ഇല്ലാതെ പാനിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. ഓക്കെ മോളെ, നമുക്ക് ഇന്നൊരു പിസ്സ ഉണ്ടാക്കിയാലോ? ഓക്കെ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, എണ്ണ, പിന്നെ ഒരു 1/2 കപ്പ് ചെറിയ ഇളം ചൂടുവെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായത്. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ ചൂടുവെള്ളത്തിലേക്ക് പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇളം ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കണം. മോൾ ഇതൊന്ന് മിക്സ് ചെയ്താ മോളെ. ഇളം ചൂടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ചൂടുവെള്ളം ആയിപ്പോയി കഴിഞ്ഞാലും ഈസ്റ്റ് അഴുക്കായി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് പോരാ, ഇതിൻ്റെ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ മിക്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ മതിയാകത്തില്ല ഇതിൻ്റെ മാവ് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പം കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. ഇതിവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുന്ന ഉടനെ കയ്യെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊടിയും കൂടെ തന്നെ മൈദ തന്നെ ചേർത്ത് കുഴച്ചെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അവസാനം അതിൻ്റെ മുകളിലേക്ക് അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പം തന്നെ വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ എണ്ണ ചേർത്ത് നമുക്ക് ഇതെടുത്ത് ഒരു 2 മണിക്കൂർ അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഡോവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ 3 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പിസ്സയുടെ സോസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പിസ്സയുടെ സോസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും മതി. അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഹലാപ്പീനിയോ ആണ്. പിന്നെ പൈനാപ്പിൾ, പിന്നെ ഗാർലിക് പൗഡർ, റെഡ് പെപ്പറിൻ്റെ ഇതാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് റെഡ് പെപ്പറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ മീറ്റിനായിട്ട് എടുത്തേക്കുന്നത് പെപ്പറോണിയാണ്. നിങ്ങൾക്ക് ചിക്കനോ സോസേജോ എന്ത് വേണമെങ്കിലും വെച്ച് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്, ഗ്രീനാണ് എടുത്തേക്കുന്നത്. പിള്ളേരൊന്നും ഒത്തിരി കഴിക്കാത്തത് കൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ലൈസ്ഡ് ഓനിയൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മൈദ പൊടിയും കൂടെ വേണം. അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പരത്തി എടുക്കുമ്പം ചിലപ്പം വേണ്ടി വരും. അതിനായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിത് ഇത്രയും വലിപ്പത്തിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചപ്പാത്തിയുടെ പലകയും കൊണ്ട് റോളും കൊണ്ടൊന്ന് പരത്തി എടുക്കുവാണ്. ഇത് ഇച്ചിരി കട്ടിയിൽ തന്നെ വേണം, എന്നാലും ഒത്തിരി കട്ടിയാകുകയും ചെയ്യരുത്.
ഞാൻ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ സൈഡൊക്കെ ഇത്ര കട്ടിയായിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുവാണ്. നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് വരുത്തിയെടുക്കാം. എന്നിട്ട് ഇനിയും നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവൊന്ന് എല്ലായിടവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കുക. ഇതെല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടും ആ ബബിള് ശരിയായി വരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പിസ്സ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന്, വലിയൊരു പാന്, ഇങ്ങനത്തെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡോവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഈ ഡോവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ഈ ഡോവിൻ്റെ അടിഭാഗം ഒന്ന് ചൂടായി വന്നിട്ട് ഇതിൻ്റെ മേലി ഭാഗം ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഡോവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസും പരട്ടി കൊടുക്കാം. കുറച്ച് സോസ് എടുത്തിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് കുറേശ്ശെ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബെൽ പെപ്പർ, ഒനിയൻ, ജലാപ്പീനിയോ, ഇച്ചിരി പൈനാപ്പിള്, പിന്നെ നമുക്ക് അതിലേക്ക് ഇച്ചിരി ഗാർലിക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ നമുക്ക് അതിലേക്ക് പെപ്പറോണി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ഇവിടെ പാൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി, മീറ്റും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം എങ്ങനെയായെന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ അടിഭാഗം നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായം കമൻറ്റും ചെയ്യാനും മറക്കരുത്.
ഈ പിസ്സ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം. ബൈ.